ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലിയറിംഗ് ഹൗസിനെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. Clearing house plays a role of mediator between two entities or parties that are engaged in a financial transaction. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രണ്ട് പാർട്ടീസിന്റെ ഇടയിൽ അതല്ലെങ്കിൽ രണ്ട് എൻറ്റിറ്റീസിന്റെ ഇടയിൽ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന റോളാണ് ഈ ക്ലിയറിംഗ് ഹൗസ് പ്ലേ ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ രണ്ട് സ്ഥാപനങ്ങളാവാം, അതല്ലെങ്കിൽ രണ്ട് ഇൻഡിവിജ്വൽസ് ആയിരിക്കാം. അവർ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളിൽ ഒരു ഇന്റർമീഡിയറി ആയി നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ ക്ലിയറിംഗ് ഹൗസ്. ഇറ്റ്സ് മെയിൻ റോൾ ഈസ് എൻഷുറിംഗ് ദാറ്റ് ദ ട്രാൻസാക്ഷൻ ഗോസ് സ്മൂത്ത്ലി. അതായത് ഈ ഇടപാടുകളൊക്കെ സ്മൂത്ത് ആയിട്ടല്ലേ പോകുന്നത് എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ ക്ലിയറിംഗ് ഹൗസിന്റെ മെയിൻ പരിപാടി അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. With the buyer receiving the tradable goods he intends to acquire and the seller receiving the right amount paid for the tradable good he is selling. അതായത് ബയറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആഗ്രഹിച്ച ഗുഡ് തന്നെയല്ലേ അയാൾക്ക് കിട്ടിയിട്ടുള്ളത്. സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വിറ്റ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഗുഡിന്റെ മുകളിൽ അയാൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ അയാൾ പറഞ്ഞിട്ടുള്ള തുക തന്നെയല്ല അയാൾ റിസീവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുകയാണ് ഈ ക്ലിയറിംഗ് ഹൗസ് ചെയ്യുന്നത്. In India, Reserve Bank of India acts as a clearing house of scheduled banks which have statutory accounts with it. ഇന്ത്യയിൽ ഷെഡ്യൂൾഡ് ബാങ്ക്സിന്റെ ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതായത് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്റ്റാറ്റ്യൂട്ടറി അക്കൗണ്ട് ഉള്ള എല്ലാ ഷെഡ്യൂൾഡ് ബാങ്ക്സിന്റെയും ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. Through this function, the RBI enables the banks to settle their transactions among various banks easily and economically. ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ എന്ത് ചെയ്യാണ്, സെറ്റിൽ ചെയ്യാണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്ന ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈസി ആയിട്ടും എക്കണോമിക്കലായിട്ടും ഈ ബാങ്കുകൾ തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻസ് സെറ്റിൽ ചെയ്യലാണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. In banking, clearing house is a bank operated affiliated agency within a geographical area. ഒരു നിശ്ചിത ടെറിട്ടറിയുടെ ഉള്ളിൽ ഈ ബാങ്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി തന്നെയാണ് ഈ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിൽ ഈ ബാങ്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി തന്നെയാണ് ഈ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത്. It acts as a central site for collecting, exchanging and settling of checks drawn on each other. അതായത് രണ്ട് പാർട്ടീസ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് എൻറ്റിറ്റീസ് തമ്മിൽ ചെക്കുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ ചെക്ക് ഡ്രോ ചെയ്യുന്ന സമയത്തോ എന്തൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ സെൻട്രൽ അതായത് ഈ ക്ലിയറിംഗ് ഹൗസിൽ വന്നിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അതായത് ക്ലിയറിംഗ് ഹൗസിലൂടെയാണ് ഈ രണ്ട് പാർട്ടീസിന്റെ ഇടയിലും ഈ ട്രാൻസാക്ഷൻ നടന്നു പോകുന്നത്. അതായത് ചെക്ക് ഡ്രോ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ അത് കളക്ട് ചെയ്യുന്ന സമയത്തും എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഒക്കെ ഈ ക്ലിയറിംഗ് ഹൗസിലൂടെയാണ് ഈ ഇടപാടുകളൊക്കെ നടക്കുന്നത്. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസാക്ഷൻസ് ആർ ഓൾസോ ക്ലിയർഡ് ബൈ മോഡേൺ ക്ലിയറൻസ് ഹൗസസ്. ഇന്നത്തെ മോഡേൺ ക്ലിയറൻസ് ഹൗസസ് ഇലക്ട്രോണിക്കലി നടക്കുന്ന ഫണ്ട് ട്രാൻസാക്ഷൻസും ക്ലിയർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ മൊബൈൽ ബാങ്കിങ് ഒക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ക്ലിയറിംഗ് ഹൗസിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.